നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ക്ഷാമബത്ത ഉത്തരവ് കത്തിച്ച് പ്രതിഷേധം. KPSTയുടെ നേതൃത്വത്തിൽ ശാസ്താംകോട്ട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം. വിരമിക്കുന്നവർക്ക് ക്ഷാമബത്ത നിഷേധിക്കുന്ന സർക്കാർ ഉത്തരവിനെതിരെയാണ് പ്രതിഷേധിച്ചത്. തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിൽ അവിശ്വാസത്തിന് നോട്ടീസ്. LDF ആണ് അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത്. LDFിലെ 5 അംഗങ്ങളും സ്വതന്ത്രയും ഒപ്പിട്ടാണ് നോട്ടീസ് നൽകിയത്. കൊട്ടിയത്തെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം വൈകുന്നു. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. KPSTയുടെ നേതൃത്വത്തിൽ ക്ഷാമബത്ത ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ചു. വിരമിക്കുന്നവർക്ക് ക്ഷാമബത്ത നിഷേധിക്കുന്ന സർക്കാർ ഉത്തരവിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ശാസ്താംകോട്ട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിലായിരുന്നു ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ചത്. ജീവിക്കാനാണ് ഈ സമരം. ഉപ്പിന് മുളകിന് കൊത്തമ്പാലിന്. KPSTയെ ശാസ്താംകോട്ട ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ക്ഷാമബത്ത ഉത്തരവ് കത്തിച്ച് പ്രതിഷേധിച്ചത്. 2% പോരാ. 20% വേണം. ഭൂരിപക്ഷം ജീവനക്കാരെയും വഞ്ചിക്കുന്ന 39 മാസത്തെ കുടിശ്ശിക കവർന്നെടുക്കുന്ന 2021 ശേഷം വിരമിക്കുന്നവർക്ക് ക്ഷാമബത്ത നിഷേധിക്കുന്ന ക്ഷാമബത്തയുടെ ഉത്തരവ് പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഉത്തരവ് കത്തിച്ച് പ്രതിഷേധം നടത്തിയത്. KPSTയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധം സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജിൻ സക്കറിയ ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാർക്ക് ലഭ്യമായ DA കുടിശ്ശിക എത്രയും പെട്ടെന്ന് അനുവദിക്കണമെന്ന് നമ്മൾ പലതവണ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. 2024 മെയ് മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം ഏപ്രിലെ ശമ്പളത്തോടെയാണ് 2% വർധനവ് നടപ്പാക്കിയിരിക്കുന്നത്. 2021 ജനുവരി മുതൽ 24 മാർച്ച് വരെ 39 മാസത്തെ കുടിശ്ശികയാണ് നമുക്ക് ലഭിക്കാതെ പോകും. ശാസ്താംകോട്ട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം. സംസ്ഥാന കൗൺസിലർ ജുമൈല ബീഗം, VS അജയകുമാർ, വിനോദ, ശശികല, മറിയാമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചു. MCPI-യുവിന്റെ നേതൃത്വത്തിൽ ഓച്ചിറയിലാണ് പ്രതിഷേധം നടത്തിയത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ യുണൈറ്റഡിന്റെ നേതൃത്വത്തിൽ പ്രകടനവും യോഗവും നടത്തിയത്. കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓച്ചിറയിലായിരുന്നു പ്രതിഷേധം. ജില്ലാ സെക്രട്ടറി N ഉണ്ണികൃഷ്ണൻ പോറ്റി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ R ശശികുമാർ, T വിനോദ് കുമാർ, S ഉണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിൽ അവിശ്വാസത്തിന് കളമൊരുങ്ങി. LDF ആണ് അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത്. LDFിലെ 5 അംഗങ്ങളും സ്വതന്ത്രയും ഒപ്പിട്ടാണ് അവിശ്വാസ നോട്ടീസ് നൽകിയത്. ചവറ തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിലാണ് അവിശ്വാസത്തിന് കളമൊരുങ്ങുന്നത്. LDFിലെ 5 അംഗങ്ങളും ഒരു സ്വതന്ത്രയും ഒപ്പിട്ട അവിശ്വാസ നോട്ടീസ് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകി. മണ്ഡലം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ തുടർന്ന് കോൺഗ്രസിനുണ്ടായ പടലപ്പിണക്കത്തിൽ പ്രതീക്ഷ വെച്ചാണ് LDF അവിശ്വാസ പ്രമേയത്തിന് തയ്യാറായത്. 13 വാർഡുകളുള്ള ഗ്രാമപഞ്ചായത്തിൽ UDFന് 6ഉം LDFന് 5ഉം CPM വിമതയ്ക്ക് 1ഉം BJPക്ക് 1ഉം സീറ്റുകളാണുള്ളത്. പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ BJP വിട്ടുനിൽക്കുകയും വിമത LDFനൊപ്പം നിൽക്കുകയും ചെയ്തതോടെ തുല്യതയുണ്ടായി. നറുക്കെടുപ്പിൽ 2 പദവികളും UDFന് ലഭിച്ചു. കോൺഗ്രസിലെ തങ്കച്ചി പ്രഭാകരൻ പ്രസിഡന്റും K പ്രഭാകരൻ പിള്ള വൈസ് പ്രസിഡന്റുമായി. ഇവിടെ AI വിഭാഗങ്ങൾ തമ്മിൽ നിരന്തരം തർക്കം നിലനിൽക്കുന്നതിനിടെ നടന്ന കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ I വിഭാഗം പ്രതിനിധി പ്രസിഡന്റ് ആയതോടെ A വിഭാഗം പാർട്ടി പരിപാടികളിൽ നിന്നുൾപ്പെടെ വിട്ടുനിൽക്കുന്ന സ്ഥിതിയുണ്ട്. A വിഭാഗക്കാരായ 2 പഞ്ചായത്ത് അംഗങ്ങളെ രാജിവെപ്പിക്കാനും ശ്രമം നടന്നു. നേതൃത്വം ഇടപെട്ട് താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടാക്കിയതിനെ തുടർന്ന് കടുത്ത തീരുമാനങ്ങളിൽ നിന്നും പിന്മാറിയെങ്കിലും തർക്കങ്ങൾ അവസാനിച്ചിട്ടില്ല. ഇത് മുതലെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് LDF വിമതയെയും കൂട്ടി അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത്. ന്യൂസ് ബ്യൂറോ, ചവറ. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് യൂണിഫോം വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S പവനനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു.
ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് യൂണിഫോം വിതരണം ചെയ്തു. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് രേഖ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി ബിജു സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് കമ്മിറ്റി അംഗം രാധാകൃഷ്ണൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ബി സുഭാഷ് ബാബു, യദു, സന്ദീപ്, ചിപ്പി മുരളി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു. കൊട്ടിയത്തെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് ആരിഫ് ഉദ്ഘാടനം ചെയ്തു. കൊട്ടിയത്തും പരിസരത്തും ശുദ്ധജല വിതരണം തടസ്സപ്പെട്ടിട്ട് 20 ദിവസത്തിലേറെയാകുന്നു. കിണറുകൾ വറ്റിവരണ്ടു എന്ന് മാത്രമല്ല, കിണറുകളിൽ ഊറിവരുന്ന വെള്ളത്തിന് ഡീസലിന്റെയും പെട്രോളിന്റെയും ഗന്ധമുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. പിന്നെ എല്ലാം പൈപ്പ് കണ്ടിട്ട് തരാം, നിങ്ങൾക്ക് വെള്ളം തരാം, കുടിവെള്ളം തരാമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ചെന്ന് പറഞ്ഞപ്പോൾ അപ്പൊ മേടിക്കാൻ ഞങ്ങൾ മനുഷ്യരല്ലേ ഇത്, ഞങ്ങൾക്ക് നാടി അരി മേടിച്ചോ കഞ്ഞി വെച്ച് കുടിക്കണ്ടേ, വെള്ളം മേടിക്കാൻ പരിസരത്തൊന്നും കിണറില്ല. പണം നൽകിയാണ് നാട്ടുകാർ ഇപ്പോൾ കുടിവെള്ളം സമാഹരിക്കുന്നത്. കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മയ്യനാട് മണ്ഡലം പ്രസിഡന്റ് വിപിൻ ജോസിന്റെ നേതൃത്വത്തിലായിരുന്നു മയ്യനാട്ടുള്ള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചത്. അത് മാത്രമല്ല, ഈ പറക്കുളം മേഖലകളിൽ ഒരു 10-16 വീടുകളിൽ കഴിഞ്ഞ 12 വർഷമായിട്ട് കുടിവെള്ളം പെട്രോൾ മാലിന്യങ്ങൾ കലർന്ന് പൂർണ്ണമായിട്ടും കുടിക്കാനോ അല്ലെങ്കിൽ മറ്റുപയോഗങ്ങൾക്കോ യോഗ്യമായ രീതിയിലുള്ളതല്ല. പോലീസ് എത്തി സമരക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കി. ഭീമമായ കറണ്ട് ചാർജ്, പമ്പ് ഓപ്പറേറ്റർമാരുടെ ശമ്പളം, ഇതൊന്നും ഈ വാട്ടർ ബോർഡിന് നിരത്താൻ കഴിയാവുന്നതിൽ അപ്പുറമാവുന്നതിൻ്റെ പേരിൽ ഇതെല്ലാം അടച്ചു കൂട്ടിക്കൊണ്ട് ഓമന പേരിട്ടുകൊണ്ട് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ കണക്ഷൻ ഈ പ്രദേശം മൊത്തം കൊടുക്കാമെന്നുള്ള വാഗ്ദാനങ്ങളുടെ പുറത്താണ് ഈ സാധനങ്ങളെല്ലാം വെച്ചത്. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം. NK പ്രേമചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം UDF ചവറ മണ്ഡലം കൺവെൻഷൻ നടത്തി. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ശക്തമായ നിലപാടുള്ള നേതാവാണ് UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ എന്ന് CR മഹേഷ് MLA പറഞ്ഞു. NK പ്രേമചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം UDF ചവറ നിയോജക മണ്ഡലം കൺവെൻഷൻ നടത്തി. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ മതേതരത്വത്തിന്റെ മുഖമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അമിത്ഷായുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അതിശക്തമായ ഭാഷയിൽ ഇന്ത്യൻ പാർലമെന്റ് അകത്ത് വർത്തമാനം പറഞ്ഞിട്ടുള്ള ജനപ്രതിനിധി ശ്രീ NK പ്രേമചന്ദ്രൻ. അദ്ദേഹത്തിന്റെ പെരുമാറ്റം ഓരോ ജനപ്രതിനിധികളും കണ്ടുപഠിക്കേണ്ടതാണ്. പെരുമാറ്റത്തിലൂടെ ഒരാളിനെ പോലും മുഷിപ്പിക്കാതെ, ഒരാളിനോട് പോലും ദേഷ്യപ്പെടാതെ, തന്റെ മുമ്പിൽ വരുന്ന ഏറ്റവും പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പുവാനും അവരെ ചേർത്ത് നിർത്തുവാനും അവരുടെ സങ്കടങ്ങൾ കേൾക്കുവാനും നടന്നാലും നടന്നില്ലെങ്കിലും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും ആദ്യം കാണുന്ന ആളിനോടും അവസാനം കാണുന്ന ആളിനോടും ഒരേപോലെ പെരുമാറുന്ന കൊല്ലത്തിന്റെ പ്രിയപ്പെട്ട ശ്രീ പ്രേമചന്ദ്രൻ. രാഷ്ട്രീയ ഭേദമന്യേ എതിർക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് പോലും മനസ്സിൽ ആരാധന തോന്നുന്ന ഒരു ജനപ്രതിനിധിയും വ്യക്തിത്വമാണ്. സാന്നിധ്യം 7 അസംബ്ലി മണ്ഡലമുണ്ട്. എവിടെ നോക്കിയാലും പ്രേമചന്ദ്രന്റെ ഒരു സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടും. കോലത്ത് വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ, മുൻ സംസ്ഥാന സെക്രട്ടറി AA അസീസ്, കോൺഗ്രസ് നേതാക്കളായ KC രാജൻ, രാജേന്ദ്ര പ്രസാദ്, VS ശിവകുമാർ, സുരേഷ് ബാബു, KS വേണുഗോപാൽ, നൌഷാദ് യൂനസ്, P ജർമിയാസ്, സൂരജ് രവി, പ്രകാശ് മൈനാഗപ്പള്ളി, CS മോഹൻകുമാർ, സുൽഫിക്ക സലാം, ജമാൽ കുറ്റിവട്ടം, CP സുധീഷ് കുമാർ, മാമൂലയിൽ സേതുക്കുട്ടൻ, മെയ്യെഴുത്ത് ഗിരീഷ്, സന്തോഷ് തുപ്പാശ്ശേരി, AM സാലി, കിണറുവിള്ള സലാഹുദ്ദീൻ, റാം മോഹൻ, ആറ്റൂർ ഷാജഹാൻ, പ്രഭാനിൽ, ചവറ ഹരീഷ്, ജസ്റ്റിൻ ജോൺ, പൊന്മന നിശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു. പാർലമെന്ററി പ്രവർത്തനം എന്താണെന്ന് രാജ്യത്തിന് മാതൃകയാക്കി മാറ്റിയ ആ വ്യക്തി ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തന്റേതായിട്ടുള്ള കയ്യൊപ്പ് ചാർത്താൻ എല്ലാ ദിവസവും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനൊരാളിനെ എന്ത് പറഞ്ഞാൽ എനിക്ക് എതിർക്കാനുള്ളത്? അതുകൊണ്ടാണ്, ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് വീണ്ടും തുടങ്ങിയത്, പഴയ ഇതുമായിട്ട് ഇറങ്ങി വന്നിരിക്കുന്നത്. അതൊന്നും ഈ നാട്ടിൽ വില പോകില്ല. ഇൻ ഹരിഹർ നഗറിലെ മഹാദേവൻ എന്ന കഥാപാത്രവും അതൊക്കെ മുകേഷിന് ഇണങ്ങുന്ന കഥാപാത്രങ്ങളാണ്. പക്ഷെ അതേ സമയത്ത് അതേ മുകേഷ് വന്ന് ബ്രഹ്മയുഗത്തിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം ചെയ്യാൻ നോക്കിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ആലോചിച്ചു. ഇവിടെയും അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മുകേഷെ, നിങ്ങളൊരു കലാകാരനാണ്. നിങ്ങൾ ഇനിയും സിനിമയിൽ ഹാസ്യ കഥാപാത്രങ്ങൾ അഭിനയിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. രാഷ്ട്രീയം നിങ്ങൾക്ക് പറ്റിയതല്ല എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ. LDF സ്ഥാനാർത്ഥി M മുകേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം അഞ്ചൽ ഏരൂരിൽ കുടുംബയോഗം നടത്തി.
PS സുബാൽ MLA വസതിയിലാണ് കുടുംബയോഗം ചേർന്നത്. മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. LDF നേതാക്കളായ കെ വരദരാജൻ, S ജയമോഹൻ, M സലീം, PS സുബാൽ MLA, മുൻമന്ത്രി അഡ്വക്കേറ്റ് കെ രാജു, ലിജു ജമാൽ, അജിത്ത്, ബിജു എന്നിവർ പങ്കെടുത്തു. തുടർന്ന് ഏരൂർ പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്തി. അറിഞ്ഞിരുന്നെങ്കിൽ കൃഷ്ണനെ അഴിമതി കേസിൽ പെടുത്തുക. അപ്പൊ ഇവിടെ ചെന്ന് പൊള്ളിക്കുന്നത് കൃഷ്ണനും കുചേലനും തമ്മിലുള്ള ബന്ധം മനോഹരമായ ഒരു ബന്ധമാണ്. അവരുടെ കുട്ടിക്കാലത്ത് കൃഷ്ണന് കൊടുക്കാനുള്ളതോടുകൂടി കുചേലൻ രണ്ടിന്റെ പേരിലുള്ള മനോഹരമായ ഒരു മിത്താണ്. അന്തരിച്ച CPI നേതാവ് PK ശ്രീനിവാസന്റെ സ്മൃതി മണ്ഡപത്തിൽ സ്ഥാനാർത്ഥി M മുകേഷ് പുഷ്പാർച്ചന നടത്തിയാണ് കടുത്ത വേനലിനെ പോലും അവഗണിച്ച് ഈ മേഖലയിൽ പ്രചരണം ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന്റെ കരുനാഗപ്പള്ളി സൗത്ത് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. കോഴിക്കോട് നടന്ന കൺവെൻഷൻ മുൻ MLA A ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ രണ്ടാം ഘട്ടം പിന്നിടുകയാണ്. കരുനാഗപ്പള്ളി കോഴിക്കോട്ട് നടന്ന സൗത്ത് മണ്ഡലം UDF കൺവെൻഷൻ മുൻ MLA A ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. ഈ ഭരണഘടനാ ശില്പികൾ എന്താണോ ആഗ്രഹിച്ചിരുന്നത് ഈ രാജ്യത്തിന് വേണ്ടി അത് അതുപോലെ നിലനിർത്തണമെന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. വിവിധ ജാതി, വിവിധ മതം, വിവിധ ആശയങ്ങൾ, വിവിധ വിശ്വാസങ്ങൾ, വിവിധ സംസ്കാരം, വിവിധ വേഷവിധാനം, വിവിധ ഭാഷ, വിവിധ ഭക്ഷണം, ഇതെല്ലാം നമ്മുടെ മൗലിക അവകാശമാക്കി ഒരു രാജ്യം. ആ രാജ്യത്തിന്റെ അത്തരമൊരവസ്ഥ അവസാനം എന്നേക്കുമായി ഇല്ലാതാകും എന്ന ആ ഒരു സ്ഥിതിവിശേഷത്തിൽ നിൽക്കുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ നമ്മുടെ പൗരത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമനിർമ്മാണത്തിൽ ഭേദഗതി കൊണ്ടുവന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെയാണോ വേണ്ടത് എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല വേണ്ടത്. കാലാകാലങ്ങളായി നമുക്ക് ഭരണഘടനാ ഭേദഗതികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഭേദഗതിയും നമ്മുടെ രാജ്യത്തുണ്ടായി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും UDF ചെയർമാനുമായ സുരേഷ് പനക്കുളങ്ങര അധ്യക്ഷനായിരുന്നു. നൌഷാദ് തേവര, KG രവി, LK ശ്രീദേവി, മുനമ്പത്ത് വഹാബ്, ഘടകകക്ഷി നേതാക്കളായ വാഴയത്ത് ഇസ്മയിൽ, സലാം, രാജു, ഗോപി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. LDF കായംകുളം കരിയിലക്കുളങ്ങര മേഖലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം KG സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. LDF കരിയിലക്കുളങ്ങര മേഖലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ KG സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ഭരണമില്ലാത്തപ്പോൾ അവരുടെ ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റിന്റെ കണ്ണു തുറപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുകയും അധികാരം ലഭിച്ചു കഴിയുമ്പോൾ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു മുന്നണി സംവിധാനം അല്ലെങ്കിൽ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ സംവിധാനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളും എന്നും ഇടതുപക്ഷത്തെ വിശ്വാസത്തിലെടുക്കുന്നതിന്റെ പ്രധാന കാരണം അത് തന്നെയാണ്. കരിയിലക്കുളങ്ങര മഹാലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ മേഖലാ പ്രസിഡന്റ് CK സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. കൺവീനർ KB പ്രശാന്ത് സന്യാൽ സ്വാഗതം പറഞ്ഞു. LDF നേതാക്കളായ KH ബാബുജാൻ, V പ്രഭാകരൻ, റഹീം കൊപ്പാറ, S അനിൽകുമാർ, അരുൺകുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എല്ലുഷ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം M ജനൂഷ, R ആനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. മാവേലിക്കര മണ്ഡലം NDA സ്ഥാനാർത്ഥി ബൈജു കലാശാല മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിൽ പര്യടനം നടത്തി. നൂറിനാട്ടെ വിവിധ പ്രദേശങ്ങളിൽ അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചു. മാവേലിക്കര നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി ബൈജു കലാശാല നൂറിനാട്ട് പര്യടനം നടത്തി. പടനിലം ക്ഷേത്ര ദർശനത്തിന് ശേഷമാണ് പര്യടനം ആരംഭിച്ചത്. തുടർന്ന് നടുവിലെമുറി പുഷ്പരാജിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. മാവേലിക്കരയെ സംബന്ധിച്ച് ഒരു മാറ്റം ജനം ആഗ്രഹിക്കുന്നുണ്ട്. ഈ മണ്ഡലത്തിലെമ്പാടും സഞ്ചരിക്കുമ്പോൾ ഒരു മോദി തരംഗം കേരളത്തിലെമ്പാടും ആഞ്ഞടിക്കുവാനുള്ള സാധ്യത വളരെ വലുതാണ്. അതുകൊണ്ട് മാവേലിക്കരയെ മോദി ഗവൺമെന്റിന്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസന നേട്ടങ്ങളിൽ നിന്നും അദ്ദേഹത്തിന്റെ കാരുണ്യ സ്പർശത്തിൽ നിന്നും ഒഴിവാക്കി നിർത്തുന്നതിനാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ശ്രമിച്ചിട്ടുള്ളത്. ആശുപത്രി, കടകമ്പോളങ്ങൾ, ഓട്ടോ സ്റ്റാൻഡ്, ബസ് സ്റ്റോപ്പ്, ക്ഷേത്ര ഭരണസമിതി ഓഫീസ് തുടങ്ങിയിടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പര്യടനം. BJP നേതാവ് അഡ്വക്കേറ്റ് അനൂപ്, NDA നേതാക്കൾ തുടങ്ങിയവർ പര്യടനത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. LDF പോരുവഴി കിഴക്ക് മേഖലാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. ശാസ്താനറയിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗം K സോമപ്രസാദ് ഉദ്ഘാടനം ചെയ്തു.
മാവേലിക്കര പാർലമെന്റ് മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി CA അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കൺവെൻഷൻ നടന്നത്. LDF പോരുവഴി കിഴക്ക് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു കൺവെൻഷൻ ചേർന്നത്. പോരുവഴി ശാസ്താനട ജയജ്യോതി ഹൈസ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ഉദ്ഘാടനം മുൻ MP K സോമപ്രസാദ് നിർവഹിച്ചു. ഒരു പാർലമെന്റിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള പ്രക്രിയയിൽ വോട്ട് ചെയ്യണം. എന്നാൽ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് പരിശോധിച്ച് നോക്കിയാൽ ഇതൊരു പക്ഷേ ലോക്സഭയിലേക്കുള്ള അവസാനത്തെ വോട്ടെടുപ്പാണ്. കണക്കനുസരിച്ച് 2029 അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതാണ്. 5 വർഷം കൂടി നരേന്ദ്രമോദിക്കും BJPക്കും ഒരിക്കൽ കൂടി ഭരിക്കാൻ അവസരം കിട്ടിയാൽ ലോക്സഭയിലേക്ക് വോട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇനി പോയിട്ട് വരുമെന്ന് തോന്നുന്നില്ല. CPM പോരുവഴി കിഴക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മനു അധ്യക്ഷത വഹിച്ചു. ഇടതുമുന്നണി നേതാക്കളായ വാറുവിൽ ഷാജി, കുഞ്ഞുമോൻ, അക്കരയിൽ ഹുസൈൻ, P ബിനീഷ്, ഉമ്മൻഡയ്യത്ത് ഗോപിനാഥപിള്ള, മനു, രമണൻ, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായ ശ്രീദാസ് സുനിൽ, ശാന്തമ്മ, ഫിലിപ്പ്, S ശിവൻപിള്ള, M രാജ്മോഹൻ, സുഭദ്രയമ്മ, PM സോമരാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. പടിഞ്ഞാറക്കല്ലട കൊട്ടാണംപുറം മാടൻകാവ് ക്ഷേത്രത്തിൽ മകമുത്സവം 22-ന് സമാപിക്കും. പൊങ്കാല, കലശം, മാടനൂട്ട്, കെട്ടുകാഴ്ച എന്നിവ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശാസ്താംകോട്ട പടിഞ്ഞാറേക്കല്ലട ഐത്തോട്ടുവ കോട്ടാണംപുറം മാടൻകാവ് ക്ഷേത്രത്തിലെ മകം ഉത്സവവും പൊങ്കാലയും 22 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സോപാന സംഗീതം, ഭദ്രദീപം, വരവേൽപ്പ്, പൊങ്കാല, കലശം, കലശാഭിഷേകം, നൂറും പാലും, അന്നദാനം, കെട്ടുകാഴ്ച, മാടനൂട്ട്, തിരുവാതിര, കലാപരിപാടികൾ തുടങ്ങിയവ നടക്കും. തന്ത്രി കലയപുരം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, മേൽശാന്തി ഗൗതം കൃഷ്ണ എന്നിവർ കാർമ്മികത്വം വഹിക്കുമെന്ന് ഭാരവാഹികളായ KK ബൈജു, BR അമൽജിത്ത്, അനു ദിവാകർ, M ശിവകുമാർ, അഭിലാഷ് എന്നിവർ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്ഷേത്രതന്ത്രി ശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അവരുടെ മുഖ്യ കാരണത്തിലാണ് നമ്മുടെ ക്ഷേത്ര പൂജാ ചടങ്ങുകൾ നടക്കുന്നത്. അതുപോലെ തന്നെ 1-ാം ദിവസം നമ്മുടെ ചിറ്റുമല ദേവി സന്നിധിയിൽ നിന്നും ഭദ്രദീപം കൊളുത്തും. ചിറ്റുമല മേൽശാന്തി, ക്ഷേത്ര മേൽശാന്തിയായിട്ടുള്ള ശ്രീ ദേവിദാസ് ഭട്ടതിരി, കേരളപ്പള്ളിയാണ് അദ്ദേഹമാണ് ഭദ്രദീപം ചിറ്റുമല ക്ഷേത്ര സന്നിധിയിൽ നമുക്ക് ഭദ്രദീപം പകർന്നു തരുന്നത്. ഉത്സവത്തിന്റെ സപ്ലിമെന്റ് പ്രകാശനം ശാസ്താംകോട്ട CI മഹേഷ് നിർവഹിച്ചു. മാർച്ച് 20, 21, 22 തീയതികളിലാണ് നമ്മുടെ ഉത്സവം നടത്തപ്പെടുന്നത്. അതിൽ 22-ാം ദിവസമാണ് ഈ കെട്ടുകാഴ്ച അടക്കമുള്ള പരിപാടികൾ ഉള്ളത്. ആ ഉത്സവത്തിൻ്റെ പ്രാധാന്യമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നോട്ടീസിൻ്റെ ഒരു പ്രകാശന കർമ്മത്തിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ശാസ്താംകോട്ട CI ക്ഷണിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. ജീവിക്കാനാണ് ഈ സമരം, ജീവിക്കാനാണ് ഈ സമരം. ക്ഷാമബത്ത ഉത്തരവ് കത്തിച്ച് പ്രതിഷേധം. KPSTയുടെ നേതൃത്വത്തിൽ ശാസ്താംകോട്ട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം. വിരമിക്കുന്നവർക്ക് ക്ഷാമബത്ത നിഷേധിക്കുന്ന സർക്കാർ ഉത്തരവിനെതിരെയാണ് പ്രതിഷേധിച്ചത്. തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിൽ അവിശ്വാസത്തിന് നോട്ടീസ്. LDF ആണ് അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത്. LDFിലെ 5 അംഗങ്ങളും സ്വതന്ത്രയും ഒപ്പിട്ടാണ് നോട്ടീസ് നൽകിയത്. കൊട്ടിയത്തെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം വൈകുന്നു. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.